മൊത്തത്തിൽ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് നിർത്തി വെച്ചേക്കുവാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നേരത്തെ പോലെയുള്ള മാസ് റിക്രൂട്ടിംഗ് നിർത്തി വെച്ചേക്കുവാണ്. സ്റ്റുഡൻറ്റ് വിസയിൽ ഒത്തിരി റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കാരണം എന്ന് വെച്ചാൽ നാട്ടിലെ ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹം, നമ്മൾ ഉൾപ്പെടെയുള്ള സമൂഹം നമുക്കൊരു സ്വാധീനമുണ്ടെങ്കിൽ നമുക്ക് നിയമത്തിന് മുകളിലാണ് നമ്മൾ എന്നുള്ളൊരു ചിന്താഗതിയാണ്. മൊസൈക്ക് ഇന്ത്യ. നമസ്കാരം. മൊസൈക്ക് ഇന്ത്യയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടുത്തുരുത്തി സ്വദേശിയായ ശ്രീ ജോബി പുത്തുക്കുളങ്ങരയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഇദ്ദേഹം ഇംഗ്ലണ്ടിലെ ഒരു സോളിസിറ്ററാണ്. ലണ്ടൻ ആസ്ഥാനമായ ഐഡിയൽ സോളിസിറ്റേഴ്സിൻ്റെ ഒരു പാർട്ട്ണർ കൂടിയാണ് ഇദ്ദേഹം. നമുക്ക് ജോബിയെ മൊസൈക്ക് ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ജോബി. നമസ്കാരം. നമുക്ക് ഈ ഇംഗ്ലണ്ടിൽ ഒരുപാട് നിയമങ്ങൾ മാറി വരുന്ന ഈ നിയമങ്ങൾ അന്തർദേശീയ തലത്തിലൊക്കെ ഒരുപാട് റെസ്പോൺസുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് റിപ്രിക്കഷൻസും ഉണ്ട് അതിൻ്റെതായ. ഈ UK മാറി വരുന്ന നിയമങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് മലയാളികൾ ഒരുപാട് കൺസേൺഡാണ്. പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. എന്തൊക്കെയാണ് പുതിയ നിയമങ്ങൾ, ഇത് ആരെയൊക്കെയാണ് ബാധിക്കുക? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. എന്താ ലീഗൽ അഫയേഴ്സുമായിട്ടാണ് കൂടുതലിവിടെ ഡീൽ ചെയ്യുന്നത്? അതെ, നമ്മൾ കൂടുതലായിട്ട് ഡീൽ ചെയ്യുന്നത് ഇമിഗ്രേഷൻ തുടങ്ങിയ മേഖലകളിലാണ്. ഇമിഗ്രേഷൻ നിയമങ്ങളിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലേ നമ്മുടെ നാട്ടിൽ? ഇതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പലരും കൺഫ്യൂസ്ഡ് ആണ്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്? UK ഇമിഗ്രേഷൻ നിയമങ്ങളിൽ മാറ്റം വരുന്നത് ഇത് ആദ്യമായിട്ടുള്ളൊരു കാര്യമല്ല. കാലാകാലങ്ങളിൽ രാജ്യത്തിൻ്റെ ആവശ്യമനുസരിച്ച് ചിലപ്പോൾ നമുക്ക് വിവിധ തൊഴിൽ മേഖലകളിൽ ആളുകളെ ആവശ്യമായിട്ട് വരുമ്പോൾ ഇമിഗ്രേഷൻ നിയമങ്ങൾ അതിനനുസൃതമായി മാറ്റം വരുത്താറുണ്ട്. ചിലപ്പോൾ ആ മാറ്റം വരുത്തി ആ കാര്യങ്ങളിൽ ആവശ്യത്തിനുള്ള ആളുകളെ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ആ മേഖലയിൽ റിക്രൂട്ട്മെൻറ്റിൽ അത് മിസ്യൂസ് ചെയ്യപ്പെടുമ്പോഴൊക്കെ ഗവൺമെൻറ് പലപ്പോഴും ചിട്ടയായ നിർദ്ദേശങ്ങളും കർശനമായ നടപടികളും എടുക്കാറുണ്ട്. കോവിഡാനന്തരം UK ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വളരെ ഇളവ് വരുത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ, അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി മേഖലകളിലുമൊക്കെ നിരവധിയായ രീതിയിൽ റിക്രൂട്ട്മെൻറ്റുകൾ നടന്നു. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഈ ഒരു രാജ്യത്തിന് താങ്ങാവുന്ന അത്രയുമുള്ള ആളുകൾ വരുന്ന സാഹചര്യത്തിൽ ഈ ഗവൺമെൻറ് ചിന്തിച്ചിട്ടുണ്ടാകും ആവശ്യത്തിനുള്ള ഇമിഗ്രേഷൻ ആയി എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഗവൺമെൻറ് കർശന നടപടികളുമായിട്ട്, ഇതിന് മുൻപെങ്ങും ഉണ്ടാകാത്ത രീതിയിലുള്ള കർശന നടപടികളായിട്ട് മുമ്പോട്ട് പോയത്. ഇതിനു മുമ്പും പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. ആ മാറ്റങ്ങൾ സ്ട്രിക്റ്റ് ആക്കി ഇത് വീണ്ടും റിലാക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതൊരു പ്രോസസ്സാണത്. എന്തൊക്കെയാണ് ഈ പുതിയ മാറ്റങ്ങളിൽ വന്നിട്ടുള്ളത്? ഈ പുതിയ മാറ്റങ്ങളിൽ എല്ലാവരും കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ സ്ഥിരതാമസത്തിന് അർഹത ലഭിക്കുന്നതിന് പറയുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ എന്നാണ്. അത് തന്നെയാണ് PR എന്ന് പറയുന്നതും. അല്ലെങ്കിൽ വേറെ പല രീതിയിൽ പല വാക്കുകൾ ആളുകൾ യൂസ് ചെയ്തു. അതിൻ്റെ ലീഗൽ ടേം ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ എന്നാണ്. അനിശ്ചിത കാലത്തേക്ക് ഇവിടെ താമസിക്കാനുള്ള ഒരു അവകാശമാണ് തരുന്നത്. അത് ഇൻഡെഫിനിറ്റ് ലീവ് കിട്ടിയ ഒരാൾ 2 വർഷത്തിന് കൂടുതൽ UK വിട്ട് താമസിക്കാൻ പാടില്ല. അങ്ങനെ ചില നിബന്ധനകളൊക്കെയുണ്ട്. പക്ഷേ ഒരു UK പൗരന് കിട്ടുന്ന എല്ലാവിധ അവകാശങ്ങളും, പാസ്പോർട്ടില്ല എന്നേ ഉള്ളൂ, എല്ലാവിധ അവകാശങ്ങൾക്കും അവരും അർഹരാണ്. അത് ലഭിക്കുന്നതിനുള്ള യോഗ്യതയ്ക്കുള്ള ഒരു പരിധി അവർ കൂടുതലായിട്ട് നിശ്ചയിച്ചതാണ് പ്രധാനമായിട്ട് എന്ന് ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യം. അത് 10 വർഷമാക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ വൈറ്റ് പേപ്പർ, അത് ധവളപത്രം ഇറക്കി. ഒരു നിയമം ഉണ്ടാകണമെങ്കിൽ ഗവൺമെൻറ് അതിൻ്റെ പോളിസീസ് ഇറക്കും,
ആ പോളിസീസ് എടുത്ത് നിയമനിർമ്മാണ സഭയിൽ അത് ചർച്ച ചെയ്യും. UK സംബന്ധിച്ച് 3 രാജ്യങ്ങളാണിത്, പ്രത്യേകിച്ച് ഇംഗ്ലണ്ട്, വെയിൽസ്, 4 രാജ്യങ്ങൾ, സ്കോട്ട്ലൻഡ്, നോർത്തേൺ അയർലൻഡ്. ഇത് കൂടുന്ന ഒരു യൂണിയനാണ്. യൂണിയൻ എന്ന് പറയാൻ പാടില്ല, ആ കൂടുന്നതെല്ലാം കൂടെ കൂടുന്നതാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്തേൺ അയർലൻഡ് എന്ന് പറയുന്ന ലീഗലി പറയുന്ന കാര്യങ്ങൾ. പക്ഷേ ഇമിഗ്രേഷൻ നിയമങ്ങൾ ഇവിടുത്തെ ബ്രിട്ടീഷ് പാർലമെൻറ്റാണ് മൊത്തത്തിലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന നിയമങ്ങളിൽ ഈ PR-ഉമായിട്ട് ബന്ധപ്പെട്ട് ഈ 10 വർഷം എന്നുള്ളത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. അതിന്മേൽ ചർച്ചയുണ്ടാകും. ഇതിനു മുമ്പും PR-ൻ്റെ കാലാകാലങ്ങൾ കൂട്ടിയിട്ടുണ്ട്. PR-ഓ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പോ ഉള്ള ആളുകളുടെ സ്പൗസ് വന്നു കഴിഞ്ഞാൽ PR കിട്ടുന്ന കാലാവധി 2 വർഷമായിരുന്നു. അത് 5 വർഷമാക്കി മാറ്റി. വർക്ക് പെർമിറ്റ് ഉള്ളവർക്ക് PR കിട്ടുന്ന കാലാവധി 4 വർഷമായിരുന്നു. അത് 5 ആക്കി മാറ്റി. ഈ 5 ആക്കി മാറ്റിയപ്പോൾ തന്നെ ഇതിനു മുമ്പുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഈ 5 എന്നുള്ളത് പലവിധ റെസ്ട്രിക്ഷനുകളോടുകൂടി 8 വരെ ആകുന്ന ചർച്ചകളും അന്നുണ്ടായതാണ്. പക്ഷേ അതിനുശേഷം വന്ന ഗവൺമെൻറ് അതിലോട്ട് പോയില്ല, പഴയ രീതിയിൽ തന്നെ നിലനിന്നു. 5 വർഷം എന്നുള്ള രീതിയിൽ തന്നെ നിന്നു. അത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഫ്രീഡത്തിൽ ഇവിടെ താമസിക്കുന്ന നമ്മുടെ അവകാശമായിട്ട് അത് പറയാൻ പറ്റത്തില്ല. അത് ആ ഭരണാധികാരികളുടെ ഫ്രീഡമാണ്. നമുക്ക് ഏത് രാജ്യത്താണോ നമ്മൾ താമസിക്കുന്നത് അവിടുത്തെ നിയമങ്ങളനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വവും കടമയാണ്. പക്ഷേ അവർ തരുന്ന ഫ്രീഡങ്ങൾ അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. ഈ 5 വർഷം 10 വർഷം എന്നുള്ള 2 റൂട്ടുകളുണ്ടോ PR-ന് ഇപ്പോൾ? അങ്ങനെയാണ് പ്രപ്പോസൽ. ഇപ്പം അതുണ്ട്. അത് സ്പൗസ് ഓഫ് എ സെറ്റിൽ പേഴ്സൺ, നേരത്തെ ഞാൻ പറഞ്ഞ ഇവിടെ ഇവിടെ PR-ഓ സിറ്റിസണോ ഉള്ളവരുടെ കൂട്ടത്തില്ല എന്നാണ് ആ ധവളപത്രത്തിൽ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇതൊക്കെ എങ്ങനെ വേണം ചേഞ്ച് ചെയ്യാം. ബ്രിട്ടീഷ് പാർലമെന്റിന് എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഒരു 5 ഇയർ റൂട്ടും 10 ഇയർ റൂട്ട് അതിപ്പം പാർലമെന്റ് ചർച്ച ചെയ്യും. പാർലമെന്റ് ഇപ്പം നല്ല മിടുക്കന്മാരായ MP-മാരാണ് UK പാർലമെന്റിലുള്ളത്. ചെറുപ്പക്കാരായിട്ടുള്ളവരും അല്ലെങ്കിൽ ഇപ്പം വളരെ നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള MP-മാരും ബിസിനസ് മേഖലയിൽ നിന്നുള്ളവരുണ്ട്, വിവിധ ജോലികൾ ചെയ്തവരുണ്ട്, അത് ഉയർന്ന ജോലി ചെയ്തവരുണ്ട്, വളരെ താഴ്ന്ന ജോലി, അങ്ങനെ വിവിധ മേഖലകളിലുള്ള വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ്. ബ്രിട്ടീഷ് പാർലമെൻറ്റ് അത് ഇവിടുത്തെ വരുന്ന മൈഗ്രൻസിനെയും അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകളെയും സംരക്ഷിക്കുന്ന രീതിയിൽ ഒരു നിയമം ഉണ്ടാക്കത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വൈറ്റ് പേപ്പർ അല്ലെങ്കിൽ ധവളപത്രത്തിന്മേലുള്ള ചർച്ച മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇതിനൊരു കൺഫ്യൂഷൻ്റെ പ്രശ്നം വരുന്നില്ല. പക്ഷേ ഗവൺമെൻറ് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിലോട്ട് എത്തിപ്പെടാവുന്ന രീതിയിലുള്ള കാര്യങ്ങളിലോട്ട് ഗവൺമെൻറ് കൊണ്ടുവരും. വളരെ ഭൂരിപക്ഷമുള്ളൊരു ഗവൺമെൻറ്റായത്. പക്ഷേ എന്നാൽ പോലും നമുക്ക് MP-മാർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാം. ഇതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ എപ്പോഴത്തേക്കാവാം പ്രതീക്ഷിക്കും? എൻഡ് ഓഫ് ദി ഇയർ എന്നാണ് പറഞ്ഞേക്കണത്. പക്ഷേ നമുക്ക് അത് എന്ന് വരും ഇതൊക്കെ പറയാൻ ഇപ്പം നമുക്ക് ഒരു അറിവില്ലാത്ത രീതിയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ ഈ പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റുഡൻറ് വിസയ്ക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. സ്റ്റുഡൻറ് വിസയിൽ ഒത്തിരി റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കാരണം എന്ന് വെച്ചാൽ പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ അല്ലാതെ അനേകം പേരോട് വരുന്നുണ്ട്. എങ്ങനെയും ഒരു എൻട്രി ഈ രാജ്യത്തോട്ട് ഉണ്ടാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ഇവിടെ വരാൻ പറ്റുന്ന ഒരു ഈസി മാർഗ്ഗമാണല്ലോ സ്റ്റുഡൻറ് വിസ. അപ്പോൾ അതിനെ ഗവൺമെൻറ് റെസ്ട്രിക്റ്റ് ചെയ്യുക. പക്ഷേ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചാണെങ്കിലും അവരും ഒരു പരിധി വരെ നിലനിൽക്കുന്നത് ഫോറിൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെയൊക്കെ ഇതുകൊണ്ടാണ്. അപ്പം എന്നാലും റെസ്ട്രിക്ഷൻസ് വീണ്ടും വരുന്നുണ്ട്. എന്തൊക്കെയായി പുതിയ റെസ്ട്രിക്ഷൻസ്? അത് ഒരു പരിധിവരെ മറ്റേ സ്റ്റുഡൻ്റ് കാലാവധി കഴിഞ്ഞുള്ള PSW എന്ന് പറയുന്ന കാര്യമുണ്ട്, പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ. അപ്പോൾ അതിൻ്റെ അകത്ത് ടൈം കുറയ്ക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വിസ സ്വിച്ചിങ്ങിൻ്റെ അകത്ത് റെസ്ട്രിക്ഷൻസ് വരിക. ഇപ്പം ഇതൊക്കെ നമുക്കിപ്പം ഞാനിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും നാളെ ഈ ലോസ് മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എനാക്ട്മെൻറ്റിലൂടെയോ അല്ലെങ്കിൽ എനാക്ട്മെൻറ്റിനേക്കാൾ ഉപരി ഒരു ഓർഡിനൻസിലൂടെ ഒരു നിയമം മാറിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ പറയുന്നത് ശരിയാവണമെന്നില്ല. മാറാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് സമയത്തും
ആരും ഒരു കാര്യം ഒരു പൊസിഷൻ തന്നെയാണ്. ആര് ഏത് കാര്യത്തിന് പോയാലും നമ്മൾ പണ്ടത്തെ ഒരു യൂട്യൂബിലുള്ളൊരു വീഡിയോ കണ്ടേച്ചു അത് ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇതായിരിക്കും. പോകാതെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒന്നെങ്കിൽ UK ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഗവൺമെൻറ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് വായിച്ച് നോക്കുക. അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു അഭിഭാഷകനെ ഇവിടെ സമീപിക്കുക. അത് മനസ്സിലാകത്തില്ലെങ്കിൽ ഹിയർസേക്ക് പോകാതെ കൃത്യമായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ അല്ലെങ്കിൽ ഒഫീഷ്യൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ പലപ്പോഴും വരുന്നത് ഇപ്പം നമ്മൾ ഫ്രണ്ട്സിനോട് ചോദിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഫ്രണ്ടിന് പറഞ്ഞു കൊടുത്ത ആൾ വളരെ മിടുക്കനായിരിക്കും ചിലപ്പം. പക്ഷേ വീണ്ടും ഇൻ്റർപ്രറ്റ് ചെയ്ത് പോകുമ്പോൾ പുതിയ നിയമങ്ങൾ അദ്ദേഹത്തിനും ആദ്യം പറഞ്ഞത് ഈ അദ്ദേഹം ആ ഫ്രണ്ടിന് പറഞ്ഞു കൊടുത്തപ്പോൾ അത് കറക്റ്റ് ആയിരുന്നായിരിക്കാം, പക്ഷേ അത് മാറിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കിയേക്കണത് വേറൊരു രീതിയിലായിരിക്കാം. ഈ സ്റ്റുഡൻസിനെ ജോലി ചെയ്യുന്നതിന് എന്തെങ്കിലും സ്റ്റുഡൻസിന് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റി കോഴ്സുകൾ പഠിക്കുന്നവർക്ക് ടൈമിൽ 20 മണിക്കൂറേ ഒരാഴ്ചയെ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. ടൈമിലല്ലാത്തപ്പം ഫുൾ ടൈമായിട്ട് ജോലി ചെയ്യാം. ആ ഫുൾ ടൈമായിട്ട് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി എംപ്ലോയറുടെ കൺഫേം ചെയ്യണം, അല്ലെങ്കിൽ ഇവർ കൺഫേം ചെയ്യണം ഇപ്പം ടൈം അല്ല എന്ന്. അപ്പം പല കുട്ടികൾക്കും ഒരു ചിന്താഗതിയുണ്ട്, ഈ ആഴ്ച ഞാൻ 15 മണിക്കൂറേ ചെയ്തിട്ടുള്ളൂ, അടുത്ത ആഴ്ച എനിക്ക് 25 മണിക്കൂർ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാതെ. പക്ഷെ അത് പറ്റത്തില്ല. ദാറ്റ് ഈസ് സീൽഡ് ഫോർ എ വീക്ക്, ക്യാരി ഫോർവേഡ് ഇല്ല. ഇതൊക്കെ മോണിറ്റർ ചെയ്യുന്ന സിസ്റ്റം ഉണ്ടോ? കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും. ചിലപ്പം ചിലർ പിടിക്കപ്പെടുന്നില്ലായിരിക്കും, പക്ഷേ നമ്മളും പിടിക്കപ്പെടും എന്നുള്ള ഇതിൽ മാത്രമേ നമ്മൾ നിൽക്കാവുള്ളൂ. കാര്യമെന്ന് വെച്ചാൽ ഒരു കാരണവശാലും നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉള്ളപ്പോൾ നമ്മൾ ആ റെസ്ട്രിക്ഷൻസ് പുറത്ത് പോകരുത്. റെസ്ട്രിക്ഷൻ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യമല്ല, മറ്റൊരു രാജ്യമാണ്. പക്ഷെ നമ്മളെ എത്രത്തോളം ഒരു സൗഹൃദപരമായിട്ടാണ് ഇവർ സ്വീകരിക്കുന്നത്. നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു വില്ലേജിലുള്ള ഒരാളെ പോലും സ്വീകരിക്കുന്ന അപ്രോച്ചിലല്ലല്ലോ കിലോമീറ്ററുകൾ അകലെയുള്ള മറ്റൊരു ഭൂഖണ്ഡത്തിൽ താമസിക്കുന്ന നമ്മളെ ഈ രാജ്യത്തുള്ളവർ സ്വീകരിക്കുന്നത്. നിയമവാഴ്ച വളരെ കർശനമാണ്. ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. എനിക്ക് അറിയാൻ മേലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഞാനിവിടെ 2 മാസത്തെ എൻ്റെ താമസം ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലെ നിയമങ്ങളും ഇവിടുത്തെ നിയമങ്ങളുമായിട്ടുള്ളൊരു വ്യത്യാസം. ഇവിടെ നിയമം കംപ്ലൈ ചെയ്യുന്നുണ്ട്, നമുക്ക് നിയമങ്ങളുണ്ടെങ്കിലും നമ്മളത് കംപ്ലൈ ചെയ്യുന്നില്ല. അതാണ് ഒരു കാര്യം. നമുക്ക് അധികാരമുണ്ടെങ്കിൽ അല്ലെ സ്വാധീനമുണ്ടെങ്കിൽ നമ്മൾ നിയമം എന്നെ ബാധിക്കുന്ന ഒരു കാര്യം അല്ല എന്നാണ് നമ്മുടെ നാട്ടിലെ വിചാരം. ഇതേ വ്യക്തി തന്നെ ഈ അധികാരവും കാര്യങ്ങളും ഒക്കെ ഉള്ള വ്യക്തി ഇവിടെ വരുമ്പോൾ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പാലിക്കുന്നുണ്ട്. ഇവിടെ ഇതിന് മുൻപിരുന്ന പ്രൈം മിനിസ്റ്റേഴ്സ് പോലും അവരുടെ ടേമിൽ ഫൈൻ അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അത് അവർ നിയമത്തിൻ്റെ മുമ്പിൽ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും MP-മാരാണെങ്കിലും എല്ലാവരും സമന്മാരാണ്, എക്സെപ്റ്റ് ദ മൊണാർക്കി. അതുപോലെ ഈ നേഴ്സസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഒരു ശ്രുതി കേൾക്കുന്നുണ്ട്, ശരിയാണോ എന്നറിയില്ല. മൊത്തത്തിൽ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് നിർത്തിവെച്ചേക്കുവാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നേരത്തെ പോലെയുള്ള മാസ് റിക്രൂട്ടിംഗ് നിർത്തിവെച്ചേക്കുവാണ്. അപ്പം അത് ആരോഗ്യ മേഖലയിൽ ഇവർക്ക് ആവശ്യത്തിന് മിച്ചമുള്ള സ്റ്റാഫായി ഇപ്പം. പക്ഷേ എന്നാൽ പോലും നമുക്ക് വീണ്ടും വേണമെന്ന് വെച്ചാലും ഗവൺമെൻറ്റിനൊരു അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനൊരു അഫോർഡബിലിറ്റി ഉണ്ട്. ഇവിടെ ഒരാൾ ജോലി ചെയ്യാൻ വരുമ്പോൾ അവർക്കുള്ള ശമ്പളം കൊടുക്കണം, അവർക്ക് സൗകര്യങ്ങൾ കൊടുക്കണം. ഇതെല്ലാം കൊടുക്കുന്നതിനുള്ളൊരു അഫോർഡബിലിറ്റി ഇതിനകത്തൊരു പ്രശ്നമാണല്ലോ. കുറച്ചിട്ടുണ്ടല്ലേ? കുറച്ചിട്ടുണ്ട്. പഴയതുപോലുള്ള മാസ് റിക്രൂട്ട്മെൻറ്റ് കുറവാണ്. പക്ഷെ റിക്രൂട്ട് ചെയ്ത് ഇവരെ പോസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളും ഇല്ല. അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. ഈ ഡിപ്പെൻഡൻസിനെ ഇവിടെ വരുന്ന ഇപ്പോൾ ഡിപ്പെൻഡൻസ് ആരെങ്കിലും എടുത്ത് വിസിറ്റിംഗ് വിസയിൽ വരികയാണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസിയിൽ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും അഡീഷൻസ് വേണമെന്ന് പറയുന്നുണ്ട്. അത് ഓൾറെഡി സെറ്റിൽഡ് പേഴ്സൻ്റെ ഡിപ്പെൻഡൻറ്റ് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി നേരത്തെ മുതലേ ഉള്ളതാണ്. ആ രീതിയിലോട്ട് മറ്റേ വർക്ക് റൂട്ട്സിലുള്ളവരുടെയിലും കൊണ്ടുവരണം എന്നുള്ള ചർച്ചകൾ വന്നിട്ടുണ്ട്.
അങ്ങനൊരു ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും പ്രാബല്യത്തിലായിട്ടില്ല ഇതുവരെ. ഇല്ല, ആര് പി ആറിലോട്ട് പോകണമെങ്കിലും ഇംഗ്ലീഷ് പ്രൊഫഷൻസി ഇല്ലാതെ പി ആറിലോട്ട് പോകാൻ പറ്റിയ. അല്ല, അവരുടെ ഡിപ്പെൻഡൻസി ഇവിടെ വരികയാണെങ്കിൽ ഡിപ്പെൻഡൻസിനും പി ആറിലോട്ട് പോകാൻ പ്രൊഫഷൻസി വേണം. അതുപോലെ വിസിറ്റ് വിസയിൽ വരുന്നവർക്കും ആവശ്യമുണ്ട്. ഇല്ല, വിസിറ്റിംഗ് വിസ എന്ന് വെച്ചാൽ അങ്ങനെ ഇംഗ്ലീഷ് ടൂറിസ്റ്റ് ആണല്ലോ, അവർ ടൂറിസ്റ്റാണ്. ഈ രാജ്യത്തിന് ഒരു എക്കണോമിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ് ടൂറിസ്റ്റുകൾ. ഒരു ടൂറിസ്റ്റ് എന്ന ഒരു വൈഡ് കൺസെപ്റ്റിൽ നമ്മൾ കണ്ടാൽ അവർ എക്കണോമിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണവരാണ്, രാജ്യത്തിൻ്റെ എക്കണോമിയിലോട്ട്. പിന്നെ നമ്മളിപ്പം 5-6 മാസം അല്ലെങ്കിൽ 5 മാസം മക്കൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, അവരുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന പേരൻസ് അവരും ടൂറിസ്റ്റ് തന്നെയാണ്. അവരും ഇൻഡയറക്റ്റ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ മക്കൾ ഇവരെ ലണ്ടൻ കാണിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോകുന്നു. അപ്പോഴും ഗവൺമെൻറ്റിന് ആ ഒരു ടൂറിസ്റ്റിന് നിന്ന് കോൺട്രിബ്യൂഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ ഈ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവരുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. സ്വാഭാവികമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ആ റെസ്ട്രിക്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെസ്ട്രിക്ഷൻസ് വന്നതുകൊണ്ടുള്ള ഒരു അട്രാക്ഷൻ കുറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി പ്രാബല്യത്തിലാണ് അത് ഒരു പരിധി വരെ ആയിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയുടെ കാലാവധി കുറയ്ക്കുന്നു. പിന്നെ ഈ മുമ്പോട്ട് എങ്ങനെ പോകും എന്നുള്ള ആളുകളുടെ ഒരു ഭയപ്പാടാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരാത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു എൻട്രി റൂട്ടാണെന്നുള്ള രീതിയിലാണ് പലരും വരുന്നത്. അപ്പം ഇതിലോട്ട് വർക്ക് റൂട്ടിലോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് കണ്ടുകൊണ്ട് വേറെ ജോലി കിട്ടത്തില്ല എന്നുള്ള ധാരണയിൽ ആരും വരുന്നില്ല. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പലരും കാനഡയിലേക്കും UK ഒക്കെ ആയിട്ട് ഏജൻസി വഴി പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ആകെ ഒരു സ്റ്റാൻഡേർഡായി പോകുന്ന പല കേസുകളെക്കുറിച്ച് നമ്മൾ കാണുന്നു. ഈ പരസ്യത്തിൻ്റെ ഒരു ആകർഷണത്തിൽ കേട്ടാണ് പലരും വരുന്നത്. ഇതിൻ്റെ ഏതാണ്ട് യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഇവരാരും ചോദിച്ച് മനസ്സിലാക്കുന്നില്ല. ഈ യാഥാർത്ഥ്യത്തിൽ നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ ഈ പഠിക്കാൻ വേണ്ടി സാമ്പത്തികം ആവശ്യമാണ്. ഇതിനെക്കുറിച്ചൊന്നും ഇവിടെ വന്നു കഴിയുമ്പോഴാണ് ഇവർ ഈ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാകുന്നത്. നിയമപരമായിട്ട് മറ്റേ സ്റ്റുഡൻറ്റ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന അനേകം ഏജൻസികളുണ്ട്. പക്ഷേ ഇതൊന്നും അല്ലാതെ ഇതിൻ്റെ 100 ഇരട്ടി ചുമ്മാ ഒരു ബോർഡും വെച്ച് നാട്ടിൽ പരസ്യവും കൊടുത്ത് ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം വരുന്നത്. എപ്പോഴും നമ്മുടെ കുട്ടികൾ ചിന്തിക്കുന്നത് ഇവിടെ വരുന്ന നമ്മൾ ബോളിവുഡ് സിനിമയിൽ കാണുന്ന ഒരു യൂറോപ്യൻ രീതിയിലുള്ള, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ പഴയ സിനിമാ നടന്മാരൊക്കെ കൺവെർട്ടബിൾ കാറിൽ പോകുന്ന അത് സ്വപ്നം കണ്ടുകൊണ്ടാണ് വരുന്നത്. ആ രീതിയിൽ നമ്മൾ ഒരിക്കലും അഫ്ലുവൻ്റ് അല്ലാതെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ സ്റ്റുഡൻസിന് ഇവിടെ നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷേ പഠിക്കുന്നതിൻ്റെ സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിലും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വാല്യൂ ചെയ്യുന്ന പോലെ അല്ലല്ലോ കേരള യൂണിവേഴ്സിറ്റി വാല്യൂ ചെയ്യുന്നു. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റികളും ഓരോ കാര്യങ്ങളും വ്യത്യാസമില്ലേ. അതുപോലെ ജോബി, നമ്മുടെ ഓവർസീസ് സ്റ്റുഡൻസിന്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് സ്റ്റുഡൻസ്, ചെറുപ്പക്കാർ വിദേശങ്ങളിലേക്ക് പഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്ക് കൊടുക്കാനുള്ളൊരു അഡ്വൈസ്. ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ഒരു ഉപദേശം എന്ന് പറയുന്നത്, അവരെന്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് അവർക്കൊരു പ്ലാൻ ഉണ്ടാകണം. ഇപ്പം ആർട്സ് പഠിച്ച ഒരാൾ ഇവിടെ വന്ന് UK വരാൻ വേണ്ടി മാത്രം സയൻസ് എടുത്ത് പഠിക്കുമ്പം ഇവിടെ വന്ന് ഏത് കോഴ്സും എടുക്കാം. അപ്പോൾ അത്രയും കാലം 10-20 വർഷം അല്ലെ 10-15 വർഷം പഠിച്ച ആ വിദ്യാഭ്യാസത്തിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് UK വരാൻ വേണ്ടി മാത്രം ഏജൻറ്റ് പറയുന്നത് കേട്ട് വരുവാണ്. ആ ഒരു ചിന്താഗതി ഉണ്ടാകാതെ ആ കോഴ്സ് ഞാൻ പഠിച്ചാൽ എനിക്ക് എങ്ങനെ അത് എനിക്കും എൻ്റെ സമൂഹത്തിനും ഗുണമാകും എന്നുള്ള രീതിയിൽ, സമൂഹം എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമൂഹമായിട്ടും ഒക്കെ, സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ രാജ്യമാകാം അല്ലെങ്കിൽ ബന്ധുക്കളാകാം, അവർക്കൊക്കെ ഗുണം കിട്ടുന്ന രീതിയിൽ എനിക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം അല്ലാതെ നമുക്ക് എടുത്താൽ പോകാത്തൊരു ചുമട് UK വരാൻ വേണ്ടി മാത്രം എടുത്ത്, അത് പലപ്പോഴും പലരും വരുന്നത് പണ്ടത്തെ പോലെ ജവഹർലാൽ നെഹ്റുവോ അല്ലെ അതിനേക്കാളും ഒക്കെ ഉന്നതന്മാരായ വലിയ ധനാഢ്യന്മാർ വന്ന PJ തോമസ്, ഡോക്ടർ ജോൺ മത്തായി, ഇവരൊക്കെ വന്ന പോലെ അല്ല. അപ്പോൾ ഇവർ UK വരാൻ വേണ്ടി മാത്രം വരുന്നവരാണ്. അപ്പം എൻ്റെ പഠനം എനിക്ക് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ അല്ലാതെ എൻ്റെ വ്യക്തിപരമായിട്ടും എങ്ങനെ
ഗുണം ചെയ്യും. നമുക്കിതൊരു സാമ്പത്തികം ഇതിൻ്റെ അകത്തൊരു ഘടകം തന്നെയാണ്. നമ്മൾ ലോൺ എടുത്താൽ പഠിച്ചത്, നമുക്കിത് തിരിച്ചടയ്ക്കണം, നമുക്ക് അടുത്ത തലമുറയെ വളർത്തണം, അല്ലെങ്കിൽ സമൂഹത്തിന് അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഗുണം ചെയ്യണം. ഇതിനൊക്കെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിലവുകളൊക്കെ മീറ്റ് ചെയ്ത് പോകണം. അപ്പം ഇതൊക്കെ എന്നെക്കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലാതെ വൻ ധനാഠ്യന്മാരായ ആളുകളുടെ മക്കൾ വന്ന് പഠിക്കണ പോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല സാധാരണക്കാരെ സംബന്ധിച്ച്. എഡ്യൂക്കേഷൻ ലോൺ എടുത്താണ് പലരും വരുന്നത്, റീപേ ചെയ്യാൻ ചിലപ്പോൾ പറ്റാതെ. അത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ് ലോൺ ഇവിടെ സെറ്റിൽഡ് ആയിട്ടുള്ളവർക്ക് കിട്ടും. അവർക്ക് ജോലി കിട്ടുന്നതിനനുസരിച്ച് അടച്ചു തീർത്താം. അത് ഗവൺമെൻറ് അത് പണ്ട് മുതലേ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചേക്കുക. പിന്നെ ഇവിടുത്തെ ഈ എഡ്യൂക്കേഷൻ്റെ രീതി നമ്മളുടേതുമായിട്ട് ഒരുപാട് വ്യത്യാസം. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ മറ്റേ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഓരോ സ്കോട്ട്ലൻഡ് ആണെങ്കിലും ഇംഗ്ലണ്ട് ആണെങ്കിലും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം അതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ടൊന്നും പറയാൻ ഞാൻ ആളല്ല. എന്നാലും ഇവിടുത്തെ ഒരു കുട്ടി ഇവിടെ ഒരു 16 വയസ്സാകുമ്പോഴത്തേക്ക് അവൻ എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കും. ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും അവൻ മനസ്സിലാക്കി. നമ്മളിപ്പോൾ ഒരു പെങ്കൊച്ചാണ്, വി ആർ ഗിവിങ് എ ഗേൾ ടു ദ നഴ്സറി അറ്റ് ദ ഏജ് ഓഫ് 8 വി ആർ ഗെറ്റിംഗ് ബാക്ക് എ ലേഡി എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈവൻ കുക്ക് ചെയ്യാനാണെങ്കിലും അത് പഠിപ്പിച്ചാണ് ഇങ്ങനെ വിടുന്നത്. അപ്പോൾ നമ്മളൊരു പെങ്കൊച്ചിനെ കൊടുത്തിട്ട് ഒരു ഉത്തരവാദിത്തമുള്ളൊരു ഒരു യുവതിയെ നമുക്കിങ്ങനെ തിരിച്ചു തരുമോ അവർ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ആൺകുട്ടികളാണെങ്കിലും അവർ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് ഒരു കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ചാണ് വിടുന്നത്. ജീവിതത്തിൽ എങ്ങനെ ഒരു സക്സസ്ഫുള്ളായ ഹ്യൂമൻ ബീങ് ആകാം എന്നാണ് അവർ പഠിക്കുന്നത്. അതെ, ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും ആ രീതിയിലുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ പല വിദ്യാഭ്യാസ മന്ത്രിമാർ പ്രപ്പോസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ ഏതിനേക്കാണെങ്കിലും എതിർക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മനോഭാവമാണല്ലോ. അപ്പോൾ അത് പല രീതിയിൽ അധ്യാപകരുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്നും ഒക്കെ പലപ്പോഴും എതിർപ്പുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിലും ഞാനും വിദ്യാർത്ഥി സംഘടനയെ പ്രവർത്തിച്ചുകൊടുത്ത കാലഘട്ടത്തിൽ പലതിനെ എതിർത്തിട്ടുണ്ട്. ചിലപ്പം എതിർത്ത കാര്യങ്ങൾ നല്ലതായിട്ടും അല്ലായിരുന്നെന്നും തോന്നുന്ന എതിർക്കേണ്ടി വന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ എതിർത്ത് നന്നായി എന്ന് തോന്നുന്നു. അപ്പോൾ മിസ് ജോബി 20 വർഷമായിട്ട് ഇവിടെ UK-ലാണ്. ഇവിടുത്തെ മലയാളികളുടെ അസോസിയേഷനുമായിട്ടൊക്കെ സഹകരിച്ച് പോകുന്ന ഒരാളാണ്. ഇപ്പോഴും നാട്ടിൽ ചെന്നാൽ നാട്ടിലെ കാര്യങ്ങളിലൊക്കെ ഇടപെടാറുണ്ട്. നാട്ടിലെ വ്യവസ്ഥിതിയും ഇവിടുത്തെ വ്യവസ്ഥിതിയും തമ്മിലുള്ളൊരു വ്യത്യാസം എന്തൊക്കെയാണ് പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത്? നാട്ടിലെ ഒരു വ്യവസ്ഥയും ഇവിടുത്തെ വ്യവസ്ഥയും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നിയമബോധവും നിയമം അനുസരിക്കാനുള്ള കടപ്പാടും ഉത്തരവാദിത്വവുമാണ്. നാട്ടിലെ ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹം, നമ്മൾ ഉൾപ്പെടെയുള്ള സമൂഹം നമുക്കൊരു സ്വാധീനമുണ്ടെങ്കിൽ നമുക്ക് നിയമത്തിന് മുകളിലാണ് നമ്മൾ എന്നുള്ളൊരു ചിന്താഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രൈമറി തലം മുതൽ നമുക്ക് നിയമബോധന പരിപാടികളുണ്ട്. എന്നാൽ പോലും നിയമം അനുസരിച്ചില്ല എങ്കിലുള്ള ശിക്ഷാ നടപടികളെക്കുറിച്ചും നമുക്ക് വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പ്രൈമറി തലം മുതൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ച് നിയമബോധത്തിന് അനുസൃതമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാക്കണം. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമൊക്കെ നല്ലതാണ്, നമുക്ക് ഒരു രീതിയിൽ മോശം പറയാൻ പറ്റിയല്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനുള്ള കാര്യങ്ങളും കൂടെ ഉണ്ടാകണം. 2 മാസമായുള്ളൂ ഞാനിവിടെ വന്നിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൻ്റെ ടൂറിസം പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇവരെല്ലാം ഡോക്യുമെൻ്റഡ് ആണ്. ഇവരുടെ എല്ലാ കാര്യങ്ങളും ഒരു 800-900 വർഷങ്ങൾ പഴക്കമുള്ള പല കാര്യങ്ങളും ഇവർ ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കാണെങ്കിൽ ഒരു 50 വർഷമോ 25 വർഷം മുൻപുള്ള കാര്യങ്ങൾ പോലും നമ്മുടെ പലയിടത്തും ഡോക്യുമെൻ്റഡ് അല്ല. ടൂറിസത്തിന് ഇവിടത്തേക്കാളൊക്കെ ഇമ്മൻസ് പൊട്ടൻഷ്യലാണ് നമ്മുടെ കേരളത്തിനും ഇന്ത്യക്കും ഉള്ളത്. കേരളത്തിന് പ്രത്യേകിച്ച് അല്ലേ? അതെ, അതിൻ്റെ അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നമുക്ക് ആ ഡോക്യുമെൻറ്റേഷൻ മുതൽ തുടങ്ങാം. നമ്മുടെ കാലാവസ്ഥ ഈ നമ്മുടെ മൺസൂൺ തന്നെ നമുക്കൊരു ടൂറിസം ആക്കാവുന്ന കാര്യമാണ്. അപ്രതീക്ഷിത വെള്ളപ്പൊക്കങ്ങളൊക്കെ കുറച്ച് കാലങ്ങളായിട്ട് വരുന്നുണ്ട്. അമേരിക്കയിൽ അത്രയും വലിയൊരു രാജ്യമായതുകൊണ്ട് പലയിടത്തും ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ യങ്ങസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ് ഡെമോക്രസിയാണ്. അപ്പം നമ്മൾ വളരെ ചെറുപ്പമുള്ളൊരു രാജ്യമാണ്.
എന്നാൽ പാരമ്പര്യത്തിൽ നമ്മൾ ലോകത്തിലുള്ള മറ്റു രാജ്യങ്ങളെക്കാളൊക്കെ വളരെ മുകളിലാണ് ഭാരതത്തിൻ്റെ സംസ്കാരവും പൈതൃകവും ഒക്കെ. പക്ഷേ നമുക്ക് ഈ ഭാരതത്തിൻ്റെ സംസ്കാരവും പൈതൃകവും പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് നമുക്ക് രാജ്യത്ത് വികസനം ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ രാജ്യം വളരെ ഒത്തിരി മാറി കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട്, ഒത്തിരിയേറെ വർഷങ്ങൾ കഴിഞ്ഞ സ്വാതന്ത്ര്യം മുതൽ ഓരോ കാലഘട്ടത്തിൽ വിവിധങ്ങളായ ഭരണാധികാരികൾ അതാത് സമയത്തെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ രാജ്യം വളരെ മുമ്പോട്ട് പോയി. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഈ ഡോക്യുമെൻറ്റേഷൻ്റെ ഒരു പ്രശ്നം ഇല്ലാത്തത് വളരെ ബുദ്ധിമുട്ട്. അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കണം, സാറൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ വിവിധ നാട്ടുരാജ്യങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഒരു പക്ഷേ യൂറോപ്യൻ ഭരണാധികാരികൾ തന്നെ ഒരു ഭാഗം ഭരിക്കുന്നു, യൂറോപ്യൻ നിന്നുള്ള പോർച്ചുഗീസുകാർ ഒരു സ്ഥലത്ത് ഭരിക്കുന്നു, ഡച്ചുകാർ ഒരു സ്ഥലത്ത് ഭരിക്കുന്നു. അങ്ങനെ ഈ ഡോക്യുമെൻറ്റേഷൻസ് എല്ലാം പലയിടത്തായിപ്പോയി. അപ്പം നമ്മൾ കേരളമാണെങ്കിലും വിവിധ നാട്ടുരാജ്യങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഡോക്യുമെൻറ്റേഷൻസിൻ്റെ ഒരു പ്രശ്നം. എന്നാൽ പോലും നമുക്ക് കുറേ നമ്മുടെ ഒരു ഇച്ഛാശക്തിയുടെ അതിനകത്ത് യാതൊരു സംശയവും ഇല്ല. അപ്പം ടൂറിസം രംഗത്തെന്ന് പറഞ്ഞാൽ നമ്മൾ മലനാടുകൾ അല്ലെങ്കിൽ കടലോര മേഖലകൾ, ഇടനാടുകൾ, ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ ടൂറിസം ഡെവലപ്പ് ചെയ്യാമെന്നുള്ളതിനകത്ത് യാതൊരു സംശയവും ഇല്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം പണ്ടത്തേതിലും വളരെ വൃത്തിയായിട്ട് ഓരോ മേഖലകളൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച വാഗമൺ സന്ദർശിക്കുകയുണ്ടായി. പണ്ടൊക്കെ അവിടെ ചെല്ലുമ്പോൾ തന്നെ പ്ലാസ്റ്റിക് കുപ്പിയും കടലാസും അതുമെല്ലാം കിടക്കണം. ഇപ്പം കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേന് ഞാൻ റിയലി സർപ്രൈസ് ആയിപ്പോയി. അവിടെ വാഗമണിൽ ക്ലീനേഴ്സ് കാണാൻ മേലാതെ കിടക്കുന്ന സാധനം കിടക്കുന്നുള്ളൂ. അതിന് കൃത്യമായിട്ട് നമ്മുടെ സർക്കാർ, ലോക്കൽ ബോഡി, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ കൃത്യമായിട്ട് അതെല്ലാം വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യം മുമ്പോട്ട് തന്നെയാണ് പോണത്. അപ്പം നമുക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കാസർഗോഡ് മുതൽ നമ്മൾ പാറശാല വരെ എടുത്താൽ ഇതൊരു സിറ്റിയാണ്. നമുക്ക് ആൾപ്പാർപ്പം ഇല്ലാത്ത മേഖല ഏതാ ഉള്ളത്? ആൾപ്പാർപ്പം ഇല്ലാത്തത് നമ്മുടെ ഫോറസ്റ്റ് ഏരിയ, പിന്നെ നമ്മുടെ ഈ നെൽപ്പാടങ്ങൾ, പിന്നെ അല്ലെങ്കിൽ കുറച്ച് റബ്ബർ തോട്ടങ്ങളും ഒക്കെ ഉള്ളു. ബാക്കി ഉള്ളിടത്തെല്ലാം നമ്മൾ സാച്ചുറേറ്റഡ് ആണ്. നമുക്കൊരു ഇൻഡസ്ട്രി വെച്ച് ഇവിടെ നാട്ടിലെ പൊല്യൂഷൻ നിയമങ്ങൾ അല്ലെങ്കിൽ മറ്റ് ആളുകളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വെച്ച് നമുക്കൊരു ഇൻഡസ്ട്രി ഇനി നാട്ടിൽ തുടങ്ങുകയെന്ന് പറഞ്ഞത് ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചാണെങ്കിലും ഒരു പ്രൈവറ്റ് സെക്ടറിനെ സംബന്ധിച്ചാണെങ്കിലും ബുദ്ധിമുട്ടാണ്. കേരളത്തിൻ്റെ ഇൻഡസ്ട്രി എനിക്ക് തോന്നുന്നു ഏറ്റവും സ്യൂട്ടബിൾ ഇൻഡസ്ട്രി ടൂറിസം ഒരു സംശയമില്ല. നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ വെനീസ് സന്ദർശിക്കാൻ ഒത്തിരി പേര് ഇപ്പം ഇറ്റലിയിൽ വെനീസ് കാണാൻ പോകുന്നു, അല്ലെങ്കിൽ വേറെ മറ്റ് സ്ഥലത്തൊക്കെ പോകുന്നു. ഇപ്പം നമ്മുടെ നാട്ടിൽ കൊച്ചിയിൽ തന്നെ ആ വാട്ടർ മെട്രോയിൽ കയറി ആ ഷിപ്പ് യാർഡിൻ്റെയൊക്കെ സൈഡിൽ കൂടെ പോകുമ്പോൾ വെനീസിൽ പോണേക്കാളും ഭംഗിയാണ് കാര്യങ്ങൾ. അതുപോലെ കുട്ടനാട്, കിഴക്കിൻ്റെ വെനീസ് തന്നെ പറയുന്ന ആലപ്പുഴയുടെ ഭാഗമാണ്. അപ്പം നമുക്ക് ടൂറിസം ഏതൊക്കെ മേഖലയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ വീണ്ടും സ്റ്റഡി ചെയ്യണം. അതിന് വരുന്ന ബഡ്ജറ്റുകളിലൊക്കെ ഗവൺമെൻറ് ഇത് ടൂറിസം സ്റ്റഡിക്ക് വേണ്ടി പൈസ മാറ്റി വെച്ചാലും അതിനെ കുറ്റം പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് പോകുമ്പം കുറച്ച് പൈസ ഒരു പ്രോജക്റ്റിന് വേണ്ടി വെക്കുമ്പോൾ ലോകത്ത് എവിടെയാണെങ്കിലും കുറച്ച് പൈസ നഷ്ടം വരും. പക്ഷേ ആ നഷ്ടം വരുന്നതിൻ്റെ 100 ഇരട്ടി പൈസയാണ് ടൂറിസത്തിലൂടെ തിരിച്ച് കിട്ടുന്നത്. പിന്നെ ഒരു ടൂറിസ്റ്റ് വരുമ്പോഴത്തേനും ടൂറിസ്റ്റിന് പല കാര്യങ്ങളും ആവശ്യമായിട്ട് വരും. അവർക്ക് ഹോസ്പിറ്റാലിറ്റിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ വേണ്ട എന്ന് പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പം മദ്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കും ആ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയിലാണെങ്കിൽ പോലും അവർക്കത് കിട്ടുന്നതിനുള്ള സൗകര്യം ഉണ്ടാകണം. എന്നാലേ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. ഇപ്പം പല രാജ്യങ്ങളിലും, ഇപ്പം ടർക്കിയിലാണെങ്കിലും അല്ലെങ്കിൽ ഇറ്റലിയിലാണെങ്കിലും മറ്റേ ഏത് രാജ്യത്താണെങ്കിലും ടൂറിസത്തിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ് കൊടുക്കുകയാണ്. ആ ഗവൺമെൻറ് അങ്ങനെ സൗകര്യങ്ങൾ ചെയ്യുമ്പോഴത്തേന് അതിനെ നമ്മൾ എതിർക്കാതിരുന്നാൽ മാത്രമേ രാജ്യത്ത് റവന്യൂ ഉണ്ടാകത്തുള്ളൂ. രാജ്യത്ത് റവന്യൂ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടും ഗവൺമെൻറ് വികസനങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം രാജ്യത്ത് വികസനവും വേണം. ഞാനൊട്ടൊരു ടൂറിസവും സമ്മതിക്കില്ല, ഒരു ഇൻഡസ്ട്രിയും സമ്മതിക്കില്ല. ഇൻഡസ്ട്രി ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് സ്ഥലപരിമിതിയുണ്ട്. പിന്നെ നമുക്ക് ചെറിയ സ്ഥലത്ത് ചെയ്യാവുന്ന 2 കാര്യങ്ങളെന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ടൂറിസവുമാണ്. ഇത് രണ്ടിൻ്റെ അകത്തും കേരളം മുമ്പോട്ടാണ് പോകുന്നത്. പക്ഷേ ഇനിയും മുമ്പോട്ട് പോകുവാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ യുവാക്കളൊക്കെ പുറം രാജ്യങ്ങളിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഇതൊരു സ്റ്റേബിൾ ആണെങ്കിൽ പോകേണ്ട കാര്യമില്ല. ശരിക്കും തുടങ്ങേണ്ടത് പൊളിറ്റിക്സിൽ നിന്നാണ്. ഇത് ഈ നേരത്തെ പറഞ്ഞ കാര്യം ഹെൽത്തി പൊളിറ്റിക്സ്. എന്ത് പറഞ്ഞാലും നമ്മൾ പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും ഫോർ ദ സേക്ക് ഓഫ് ദ നേഷൻ ആൻഡ് ഫോർ ദ സേക്ക് ഓഫ് ദ പീപ്പിൾ എന്നുള്ള ചിന്താഗതി പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു ഇഷ്യൂ വന്നാൽ പ്രതിപക്ഷം അതിനെ ചാടി കയറി എതിർക്കില്ല.
ഇപ്പം ഒരാവശ്യം വന്നാൽ ഫോർ ദ സേക്ക് ഓഫ് നേഷൻ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം പോലും അത് മാറി നിൽക്കുന്നൊരവസ്ഥയാണ്. നമുക്ക് ടൂറിസം ഡെവലപ്പ് ചെയ്താൽ കേരളത്തിൻ്റെ അവസ്ഥ ഇതൊന്നും ആയിരിക്കുകയില്ല. കേരളം ഇപ്പം തന്നെ നമുക്ക് ഗോഡ്സ് ഓൺ കൺട്രി ആണെങ്കിൽ ഈ ദൈവത്തിൻ്റെ ഒരു കൺട്രി ആയിട്ട് മാറാം നമുക്ക്. ശരിയാണ്. വിദേശ മലയാളികളുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്തായിരിക്കും? വിദേശ മലയാളികളുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും നാട്ടിൽ വരുന്നത് അവരുടെ ജോലിയുടെ തിരക്കിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ഒരു ടെൻഷനിൽ നിന്നൊക്കെ മാറി. ഒരുപാട് ഇൻഡസ്ട്രിയലിസ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ എന്തിനേയും അവർ ചെയ്യുന്നത് ശരിയാണെങ്കിൽ എതിർക്കാതിരിക്കാനുള്ളൊരു മനോഭാവം ഉണ്ടാകണം. അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ നമ്മൾ എതിർക്കണം. പക്ഷേ ഈ ശരി ചെയ്യുമ്പോഴും നമ്മൾ ആ എതിർക്കുക എന്നുള്ള മനോഭാവത്തിൽ വരരുത്. ഓക്കെ. നിങ്ങളിവിടെ UK മലയാളി അസോസിയേഷൻ ഒരു വള്ളംകളിയൊക്കെ ഇവിടെ നടത്തുന്നത് കേട്ടിട്ടുണ്ട്. നാടിൻ്റെ ഒരു ഗൃഹാതുരത്വം ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലേ? അതെ, ഇവിടെ UK യൂണിയൻ ഓഫ് യുണൈറ്റഡ് കിങ്ഡം മലയാളി അസോസിയേഷൻ യുക്മ എന്ന് പറഞ്ഞുകൊണ്ട് അസോസിയേഷനുകളിലൊക്കെ കൂട്ടിച്ചേർന്ന ഒരു അപ്പക്സ് ബോഡിയാണ്. അപ്പം യുക്മ എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ അവസാന ശനിയാഴ്ചയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വള്ളംകളി നടത്തുന്നത്. ഈ വള്ളംകളി നമ്മുടെ നെഹ്റു ട്രോഫി 2ാം ശനിയാഴ്ചയാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം നെഹ്റു ട്രോഫിയും യുക്മയുടെ വള്ളംകളി ഒരു ദിവസമായിരുന്നു. അപ്പോൾ അവിടെ നടന്നപ്പോൾ ഇവിടെ നടന്നു. അപ്പം ഈ വള്ളം അവിടെ നടന്നപ്പോൾ ഇവിടെ നടന്നു. അപ്പം ഈ വള്ളങ്ങളുടെയൊക്കെ പേര് തന്നെ ഇപ്പം നമ്മൾ നെടുഭാഗം ചുണ്ടൻ അല്ലെ കാവാളം ചുണ്ടൻ അങ്ങനെയൊക്കെ പേരുകളാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അത് ഇപ്പം ഇതിൻ്റെ അകത്ത് തുഴയുന്ന ആ ക്ലബിന് പോലും നമ്മൾ കുട്ടനാട്ടിലെ ഓരോ കരകളുടെ പേരാണ് കൊടുക്കണം. ഒന്നെങ്കിൽ കിടങ്ങറ അല്ലെ കാവാല അങ്ങനെയൊക്കെ നെടുമുടി എന്നൊക്കെ കുറച്ച് കൊടുത്ത് ധാരാളം ആളുകൾ വരും. ബോട്ടുകളൊക്കെ വരാറുണ്ട്. എന്ത് ടൈപ്പ് ബോട്ടുകളാണ്? ഇതൊരു ഫൈബറാണ്, പക്ഷേ നമ്മുടെ ചുണ്ടൻ്റെ പോലെ നീളത്തിലാണ്. പക്ഷേ അത്രയൊന്നും ഇല്ലെങ്കിലും പക്ഷേ എപ്പോഴും ഒരു 5000 പേരോളം തന്നെ കാണാൻ വരാറുണ്ട്. ഇവിടെ ഷെഫീൽഡിൻ്റെ അടുത്ത് റോത്തർഹാം എന്ന് പറയുന്ന സ്ഥലത്ത് നദിയാണോ അതോ ഒരു തടാകമാണ്. അത് വലിയ തടാകം. അവിടെ ബോട്ട് ക്ലബ്ബും ഒക്കെ ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്. വളരെ ഭംഗിയായിട്ടാണ് യുക്മ കാലാകാലം ഇപ്പം 7 പ്രാവശ്യത്തോളമായി നടത്താൻ തുടങ്ങിയിട്ട്. അപ്പം ഇതിൻ്റെ അകത്ത് കൊറോണയുടെ സമയത്തുള്ള ചില പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അതിന് യുക്മയുടെ നാഷണൽ കമ്മിറ്റി വളരെ ഭംഗിയായിട്ടാണ് നടത്തുന്നത്. ഫാമിലിയൊക്കെ എനിക്ക് ഇവിടെ നാട്ടിൽ പേരൻസ് ഉണ്ട്, ബ്രദറുണ്ട്, ഞാൻ, ഭാര്യ, 3 മക്കളാണുള്ളത്. വൈഫ് ഇവിടെ NHS നാഷണൽ ഹെൽത്ത് സർവീസിൽ ജോലി ചെയ്യുന്ന നേഴ്സാണ്. അതുപോലെ 3 മക്കളുണ്ട്. 3 മക്കൾ, ഒരാൾ 13ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാൾ 9, ഒരാൾ 8ാം ക്ലാസ്സിൽ. വൈഫിൻ്റെ വീടും ചേർത്തല തന്നെയാണ്, തൊട്ടടുത്ത സ്ഥലത്ത്. ഓക്കെ ജോബി, തിരക്കിട്ട ഈ പ്രൊഫഷണൽ ലൈഫിനിടയിൽ ഞങ്ങൾക്ക് നമ്മളുടെ വ്യൂവേഴ്സിന് വേണ്ടി ഇത്ര സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Mosaic India, a mirror to memorable musings. Macniloquent, optimistic, zestful, awesome, inspirational and courageous. Let's explore together.